നമസ്കാരം. അമേരിക്കൻ ജീവനക്കാരെക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കഴിവുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിൽ കമ്പനികൾ വളരെ വേഗം മുന്നോട്ടു പോകുന്നതിനിടെയാണ് H-1B വിസക്കാർക്ക് $1,00,000 ഫീസ് ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക തീരുമാനമെടുത്തത്. ട്രംപിന്റെ ഏറ്റവും പുതിയ തീരുമാനം ടെക് മേഖലയിൽ കടുത്ത ഞെട്ടലുണ്ടാക്കി. ഫീസ് വർധന സൃഷ്ടിച്ച ആശങ്കയുടെ പശ്ചാത്തലത്തിൽ US പുറത്തുള്ള ജീവനക്കാരോട് എത്രയും വേഗം മടങ്ങിവരാൻ വിവിധ IT കമ്പനികൾ ആവശ്യപ്പെട്ടതോടെ പ്രതിസന്ധിയിലായത് അവധിക്കാലം നാട്ടിൽ ചെലവഴിക്കാനെത്തിയ പ്രവാസികളാണ്. വേഗത്തിൽ അമേരിക്കയിലേക്ക് മടങ്ങിയെത്താൻ കമ്പനികൾ നിർദ്ദേശിച്ചതോടെ വിമാന ടിക്കറ്റുകൾക്കായി നെട്ടോട്ടത്തിലാണ് പ്രവാസികൾ. ഈ അവസരം വേണ്ട വിധത്തിൽ മുതലാക്കുകയാണ് വിമാന കമ്പനികളും. ഫീസ് വർധന സംബന്ധിച്ച് വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്നും US നേരിട്ടുള്ള വിമാനത്തിന്റെ നിരക്കും കുതിച്ചുയർന്നു. ഡൽഹിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 37,000 രൂപയിൽ നിന്നും 70,000 മുതൽ 80,000 രൂപ വരെയായി. പല പ്രവാസികളും അവധിക്കാല യാത്രകൾ റദ്ദാക്കി എങ്ങനെയും മടങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഫീസ് വർധന ഇന്നാണ് പ്രാബല്യത്തിൽ വന്നത്. അവധിക്കാല യാത്രകളും ചടങ്ങുകളും ഒഴിവാക്കി ജീവനക്കാർ US മടങ്ങാൻ തിരക്ക് കൂട്ടുകയാണ് നിലവിൽ. ഒപ്പം ദുർഗാപൂജയ്ക്കായി മറ്റും ഇന്ത്യയിലേക്ക് മടങ്ങാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന പലരും യാത്രയും റദ്ദാക്കി. മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ പരിഭ്രാന്തരായി ട്രാവൽ ഏജൻസികളിലുമെത്തി. പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഞെട്ടലിലായിരുന്നു പലരുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് പിന്നാലെ US വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഇന്ത്യക്കാരായ യാത്രക്കാരുടെ ആശങ്കകൾക്കും അങ്കലാപ്പുകൾക്കുമാണ്. ദുർഗാപൂജ കണക്കാക്കിയും നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ പല ഇന്ത്യക്കാരും യാത്ര റദ്ദാക്കിയെന്ന് ഇന്നലെ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യക്കാരായ യാത്രക്കാർ തിരിച്ചിറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചതിനു പിന്നാലെ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങിയ എമിറേറ്റ്സിന്റെ വിമാനം മണിക്കൂറുകളോളമാണ് താമസിച്ചത്. ദുബായിലും മറ്റു ചില ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളിലും ഇന്ത്യക്കാരായ യാത്രക്കാർ ആശങ്കപ്പെട്ട് യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് US മടങ്ങാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സെപ്റ്റംബർ 21 മുൻപായി US എത്തിച്ചേരണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും അവിടെ എത്തും. പക്ഷേ സുഹൃത്തുക്കളായ പലരും ഇപ്പോഴും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ടെന്നാണ് തെലങ്കാനയിലെ ഒരു യുവതിയെ ഉദ്ധരിച്ച ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. എത്രയും നേരത്തെ കാലിഫോർണിയയിൽ എത്തണമെന്നാണ് തൊഴിലുടമ അറിയിച്ചത്. ഇതിന് പിന്നാലെ വേഗത്തിൽ മടങ്ങുകയാണെന്ന് ദുബായിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ കുടുംബവും പറയുന്നു. US ജീവനക്കാരോട് സ്വദേശത്തുള്ള യാത്രകൾ തൽക്കാലം ഒഴിവാക്കാനും മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. US പൗരന്മാരെ ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും വിവിധ മേഖലകളിൽ ഏറെ വൈദഗ്ധ്യമുള്ളവർ മാത്രം US ജോലിക്കായി എത്തുമെന്ന് ഉറപ്പാക്കാനുമാണ് വിസ ഫീ ഉയർത്തുന്നത് എന്നാണ് ട്രംപിന്റെ വിശദീകരണം. എന്നാൽ ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാരെ ഈ തീരുമാനം വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ടെക്കികളെ നിയമിക്കുന്നതിൽ പ്രശസ്തരാണ് ഈ കമ്പനികൾ. അമേരിക്കൻ ജീവനക്കാരെക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കഴിവുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിനാണ് ഈ കമ്പനികൾ H-1B വിസ പ്രോഗ്രാം ഉപയോഗിച്ചത്. എന്നാൽ പുതിയ H-1B വിസകൾക്ക് പ്രതിവർഷം $1,00,000 ഫീസ് ഈടാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ തീരുമാനം ടെക് വ്യവസായത്തിന് കനത്ത തിരിച്ചടിയാവുകയാണ്.